മതി മതി മതി. ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മെപ്പോഴും കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ്, ഭവനാരാധന എന്ന് പറയുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു മെസ്സേജാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം 15-ാം വാക്യത്തില് നമ്മൾ കാണുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നാം അങ്ങനെ ചിന്തിച്ച് യഹോവയെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരായ നാം ഇന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത്, നാം സേവിക്കുന്ന ദൈവം ആരാണ്? ആമേൻ. നാം സേവിക്കുന്നത് ഈ ലോകത്ത് കാണുന്ന ഒരു മരമുട്ടിയോ ഒരു വിഗ്രഹങ്ങളുടെ അടുത്തല്ല നാം ആയിരിക്കുന്നത്. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ആ യേശുവിന്റെ അടുക്കലേക്കാണ് നാം വന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, ദൈവമായ യഹോവയുടെ മുഖം കാണുവാൻ മോശയ്ക്ക് പലപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ കടന്നു പോകുമ്പോൾ നീ ആ പാറയുടെ പിളർപ്പിൽ വന്ന് ഞാൻ പോകുന്ന എന്റെ പുറകു മാത്രമേ നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞത്, ആമേൻ, എന്റെ മുമ്പിൽ ഒരു മനുഷ്യനും ഇതുവരെയും നിന്നിട്ടില്ല. അത്ര സർവശക്തനായ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവം, വെള്ളോട്ടിന് സാദൃശ്യമുള്ള ദൈവം, 7 നിലവിളക്കുടെ നടുവിൽ അരുളുന്ന ദൈവം. ആമേൻ, സ്തോത്രം. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ അവിടെ ഒരു പാറയുടെ പിളർപ്പിൽ മോശ ഒന്ന് ഒളിച്ചു നിൽക്കുവാൻ ദൈവം അവനോട് കൽപ്പിച്ചു. ആമേൻ. ആ പാറ ആരാണ്? ആ പാറ ക്രിസ്തു. ഇന്ന് ക്രിസ്തുവിൽ കൂടെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. ആമേൻ. ഇന്ന് ഈ കർത്താവിന്റെ അടുക്കലേക്ക് വരുവാൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മെ കണ്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ പുണ്ടാകാരമായിരിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ നിങ്ങളെ അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ നല്ല കർത്താവിനെ നമുക്ക് ആർക്കും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെ ദൈവം എന്താണ്? ദഹിപ്പിക്കുന്ന തീ, അഗ്നിയാണ്, അല്ലേ? അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ല. അത്ര ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, സ്തോത്രം. നമ്മൾ ലഘൂകരിച്ച് നമുക്ക് ക്രിസ്ത്യാനികൾക്കോ ദൈവമക്കൾക്കോ ദൈവഭയം ഉള്ളിൽ നിന്ന് കുറഞ്ഞു പോയിരിക്കുക. ആമേൻ. ഇന്ന് എല്ലാവരും യേശുവൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ, കാരണം കർത്താവ് ഇന്നൊരു കൃപായുഗത്തിന്റെ അടുക്കിലായിരിക്കുന്നത് കൊണ്ട് അവൻ പലപ്പോഴും അവന്റെ കോപം എന്ത് ചെയ്യുന്നു? അടക്കി കളയുന്ന പറയുന്നത്. അപ്പൊ ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് ഏതൊരു സമയവും അവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഒരു ജീവനുള്ള പുതുവഴിയായ ക്രിസ്തുവിലൂടെ നാം ഇന്നെല്ലാം ക്രിസ്തുവിലൂടെയാണല്ലേ നാം കടന്നു വരുന്നത്. ആ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനും ദൈവസന്നിധിയിൽ കൃപ പ്രാപിപ്പാനും ദൈവം നമ്മളെ കൂട്ടി വരുത്തി. എന്നാൽ ഇത്രയും വലിയ സർവശക്തനായ ദൈവത്തെ നാം കണ്ടപ്പോൾ നാം ദൈവത്തോടുള്ള ഭയം നമ്മുടെ തന്നെ ഹൃദയത്തോട് ചേർത്ത് ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്നോടുള്ള ഭയം എന്നിൽ ഉണ്ടോ എന്ന് ദൈവസന്നിധിയിൽ നമ്മളൊന്ന് ചോദിക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ എക്സോഡസ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ഒന്നെടുക്കാമോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിലേക്ക് വരാം സിസ്റ്റർ. അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകാതിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവനിലുള്ള നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിന് അത്രേ ദൈവം വന്നിരിക്കുന്നു. ആമേൻ. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ
കർത്താവിന്റെ സന്നിധി ദൈവം പറയുകയാണ്, നമ്മുടെ 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 ജീവിതം, നമ്മുടെ തെറ്റുകൾക്കൊത്തവണ്ണം, നമ്മുടെ പാപത്തിനൊത്തവണ്ണം അവൻ നമ്മോട് പകരം ചെയ്യുന്നില്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ, കൃപാലുവായ ദൈവമാ. പഴയ നിയമത്താണെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം തന്നെ മരണം സംഭവിക്കുക. എത്രയോ വൃത്താന്തങ്ങൾ, എത്രയോ പുസ്തകങ്ങളിലൂടെ നമ്മൾ കാണുന്നു. ആമേൻ. പെട്ടകം പിടിക്കുവാൻ പോയ ഉസ്സയ്ക്ക് എന്ത് പറ്റി? ആമേൻ, അവിടെ വെച്ച് മരണം സംഭവിക്കുകയാണ്. എത്ര അനുഭവങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നമ്മൾ പുതിയ നിയമ വിശ്വാസികളായപ്പോൾ നമുക്ക് ദൈവത്തെ സേവിക്കുന്നതിനുള്ള ഭയം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ദൈവസഭകൾ കാണുമ്പോൾ മുട്ടുകുത്തി പായലൊക്കെ ഇരുന്ന് ദൈവത്തോടുള്ള ഭക്തിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണത്തിൽ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഓരോ സമയം കഴിയുമ്പോൾ ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോവുകയാണ്. ആമേൻ. അപ്പോൾ ഇവിടെ ജനം പാപം ചെയ്യാതിരിക്കേണ്ടതിന് യഹോവയുടെ ഭയം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ആമേൻ. ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആമേൻ. നമ്മൾ ദൈവദാസന്മാരെ ഭയപ്പെടണമെന്നല്ല, സഭയെ ഭയപ്പെടണമെന്നല്ല പറഞ്ഞേ, ഈ ദൈവത്തെ നാം ഭയപ്പെടണം. ആമേൻ. ഈ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ഇതില് സാംസില് അല്ലെങ്കിൽ സങ്കീർത്തനം 2:12 എന്താ വായിക്കുന്നത്? ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ. ആമേൻ. ദൈവം പറയുകയാണ്, നിങ്ങൾ സേവിപ്പാൻ വിളിക്കപ്പെട്ടവരാണോ ദൈവമക്കളെ? നിങ്ങൾ എന്ത് ചെയ്യണം? ഭയത്തോടെ ദൈവത്തെ സേവിപ്പിൻ. പിന്നെ എന്ത് ചെയ്യണം? വിറയലോടുകൂടെ ഉല്ലസിക്കണം. ഇത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഞാൻ എന്നുൾപ്പെടെ പറയാം, നമുക്ക് പലപ്പോഴും ദൈവഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. കാരണം ദൈവത്തെ നമ്മൾ ചെറുതാക്കി കാരണം ഇപ്പോ ഒരു ഗ്രേസ് പീരീഡ് ആയതുകൊണ്ട്, കൃപായുഗമായതുകൊണ്ട് നമ്മുടെ പാപത്തിനൊത്തവണ്ണം അവൻ നമുക്ക് പകരം ചെയ്യുന്നില്ല. ഒരപ്പൻ തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് തന്റെ കരുണ, എത്ര വലിയതായ ഒരു കരുണയാണ് ദൈവം നമ്മളോട് തോന്നുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഭയത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിറയലോടുകൂടെ ഇരിക്കണമെന്നോ? അങ്ങനെയാണോ? അല്ല പേടിച്ചിങ്ങനെ ഓടി ഒലിഞ്ഞിരിക്കണമെന്നാണോ? ദൈവത്തിന്റെ വചനത്തോടൊരു ഭയം, ദൈവത്തിന്റെ കൽപ്പനകളോടൊരു ഭയം. കർത്താവേ, ഞാൻ ഇന്ന് ഞാൻ ദൈവവചനവുമായി നിൽക്കുമ്പോൾ നിന്റെ വചനം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ വചനം എന്താണ്? ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അത് ഇരുവാഴ്ചയുള്ള വാളാണ്. ഈ വചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഈ വചനത്തിന് ഒത്തിരി അർത്ഥങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് സേവിപ്പാൻ വന്ന ദൈവമക്കളെ ഞാൻ ചോദിച്ചോളട്ടെ, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടുകൂടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ദിനംപ്രതിനം ചുംബിക്കണം. പുത്രനായ യേശുവിന്റെ പാദപീഠത്തിൽ, അപ്പാ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അഭക്തി പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭക്തി വിരുദ്ധമായ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്റെ നടപ്പിലോ എന്റെ ചിന്തയിലോ എന്റെ ഇടപാടുകളിലോ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ കരഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ വഴിയിൽ വിട്ട് ഈ ലോകത്തിൽ മാത്രം ആരാധിച്ച് കൈയടിച്ച് പ്രസംഗിച്ച് ഇവിടെ പോകുവാനല്ല ദൈവമക്കളെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു നിത്യതയുണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഇന്ന് ദൈവസഭയായി നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ കോട്ടേജ് മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ നിത്യരാജ്യത്തിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണം കുടുംബം മുഴുവനും. ഒന്നുകൂടെ പറഞ്ഞാൽ, മിസ്രൈമിൽ ഒരു കുളമ്പ് പോലും കാണരുത്. ആ മിസ്രൈമിന്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ നാം ആയിരുന്ന പാരമ്പര്യത്തിൽ നിന്ന് നാം മടങ്ങി വന്നപ്പോൾ ഇനി അവിടെ ഒരു കുളമ്പ് പോലും, എന്നാൽ ഒരു വ്യക്തി പോലും ഇനി ഫറവോന്റെ അടിമത്തത്തിൽ കാണരുത്. ആമേൻ എന്ന് തീരുമാനത്തോടുകൂടെ നാം ഇറങ്ങി വന്നതാ. അതുകൊണ്ട് ദൈവത്തിന് നാം ഭയപ്പെടുന്നവരാണ്. ദൈവത്തെ ഭയപ്പെടണം. ദൈവവചനത്തിന് മുമ്പാകെ നാം ഭയപ്പെടണം. കർത്താവേ, എന്നോട് അരുളി ചെയ്യണമേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ. ഇതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. ആമേൻ. ഇവിടെ
ആ പുറപ്പാട് പുസ്തകം 20:1-2 ബാക്കി ഒന്ന് വായിക്കാം. അവിടെ ഒരു 10 കൽപ്പന ദൈവം കൊടുക്കുക. ഒന്നാമത്തെ കൽപ്പന എന്താണ്? ആ അതിന്റെ 20 ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തെങ്കിലോ ഭൂമിയിലെങ്കിലോ വെള്ളത്തെങ്കിലോ ഏതിന്റെ പ്രതിമ ഉണ്ടാക്കരുത്. അവിടെ 5-ാം വാക്യം, അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. അവിടെ നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവം. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? തീഷ്ണതയുള്ള ദൈവമാ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്താണ് നാം ആയിരിക്കുന്നത്. ആമേൻ. ഇന്ന് ആർക്കും ഇന്ന് ലോകത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഭയമില്ല. ദൈവമക്കളെ, ദൈവം അന്ന് പഴയ നിയമത്തിലുള്ള ദൈവം തന്നെ ഇന്നത്തെ ദൈവം. പക്ഷെ ഇന്ന് ദൈവം കൃപ കാണിക്കുക, കരുണ കാണിക്കുകയാണ്. ആമേൻ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മെ ശാസിക്കും, നമ്മളെ ഇടയ്ക്ക് ശാസിക്കും. വചനത്തിലൂടെ നമുക്ക് പല ഗുണീകരണങ്ങളും ശാസനകളും നമുക്ക് വരും. പക്ഷേ ദൈവം നമ്മളെ ഒരിക്കലും ആമേൻ പഴയ നിയമത്തെ പോലെ അത് നശിപ്പിച്ചു കളയുന്ന ദൈവമല്ല. പിന്നെയും ദൈവം നമ്മളോട് കൃപ തോന്നി, ദയ തോന്നി നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചനത്തില് ഇവിടെ നമ്മൾ കാണുന്ന സന്ദർഭ ഭാഗം, അവിടെ കാണുന്നത് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ നിൽക്കുമെന്ന് അവിടെ ചോദിക്കുകയാണ്. ആമേൻ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യം. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. ആമേൻ. സ്തോത്രം. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമകളായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക ആ വലിയ അടയാളം പ്രവർത്തിക്കുകയും. മതി. അവിടെ കാണുന്നേണ്ട, നമ്മുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവന്മാരെ സേവിപ്പാൻ നീ ഞങ്ങളെ ഇടവരുത്തരുത്. നമ്മൾ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം. കാരണം ദൈവമക്കളെ, ഇന്ന് അനേക വിശുദ്ധന്മാരും അനേക ദൈവമക്കൾ വീണുകൊണ്ടിരിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മേന്മയല്ല, നമ്മുടെ തിയോളജിക്കൽ നോളജ് അല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവസേനയിൽ നമുക്ക് ഇന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ, കർത്താവേ, നീയാ എന്നെ നിർത്തിയിരിക്കുന്നത്. പല വീഴ്ചകൾ എന്റെ ജീവിതത്തിൽ വന്നു, പല താളം തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നു. നമുക്ക് ദൈവത്തോട് പറയാം, ഞാൻ എന്റെ പഴയ പാരമ്പര്യത്തിൽ ആരംഭിച്ച അന്യ ദേവന്മാരെ സേവിക്കുവാൻ ഞാൻ എന്നെ മടങ്ങിപ്പോകുവാൻ എന്റെ ദൈവമേ നീ ഞങ്ങളെ അനുവദിക്കരുതേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ഈ 1 രാജാക്കന്മാർ അതിന്റെ 18-21 വായിക്കുന്നു. ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ, തോണി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വള്ളം, 2 തോണിയിൽ കാല് വെച്ച് ഒരിക്കലും ഒരു മനുഷ്യന് യാത്ര ചെയ്യുവാൻ കഴിയില്ല. ആമേൻ. എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മുടെ യാത്ര സുഖപ്രദമാണെങ്കിൽ ഒരു തോണിയിലായിരിക്കണം. ഒന്നുകിൽ യേശുവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ അന്യദേവന്മാരെ ആരാധിക്കണം. ഇതേത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം മനുഷ്യന് ഒരു തെരഞ്ഞെടുപ്പ് കൊടുത്തു. നിങ്ങൾ നല്ല ഹല്ലേലൂയ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുവാനായിട്ട് ദൈവം വിളിച്ചപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ആമേൻ, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെച്ച് യാത്ര ചെയ്യും. ആമേൻ. അവിടെ യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ. ദൈവത്തെ അനുഗമിക്കുവാൻ വേണ്ടി വിളിച്ചവരാണ് നാം. അനുഗമിക്കുക എന്ന് പറഞ്ഞാല് അവൻ യേശുവിനെ പോലെ നമ്മൾ ആവുക എന്നുള്ളതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്ന. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സൗമ്യത, യേശുവിന്റെ കരുണ, ആർദ്രത ഞാനും നിങ്ങളും പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നാം യേശുവിനെ പോലെ അല്ല, ഒരു ലോക മനുഷ്യനെ പോലെ തന്നെ ആയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുന്നതാണ് യേശുവിനെ സേവിക്കുക എന്ന് പറയുന്നത്. അവന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനായിട്ടാണ് യേശു നമ്മെ വിളിച്ചത്. ഇന്ന് നമുക്ക് യേശുവിന്റെ എന്തെങ്കിലും സ്വഭാവം നമ്മളിലുണ്ടോ? ആമേൻ. സ്തോത്രം. നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യേശുവിനുള്ള എന്തെങ്കിലും സ്വഭാവമുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കും, അല്ലേ? നമ്മളെ വിളിച്ചാൽ നമ്മൾ തിരിച്ചു വിളിക്കും. ആമേൻ. അങ്ങനെ അല്ലല്ലോ കർത്താവ് പഠിപ്പിച്ചത്. ജാതികളും അങ്ങനെ ചെയ്യുന്നല്ലോ.
ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അതാണ് ഇന്ന് ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ തീരുമാനിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, എന്നാൽ നിങ്ങളുടെ തലയിൽ തീക്കനൽ കുന്നിക്കും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ദൈവത്തിന്റെ യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെട്ടില്ല എങ്കിൽ നമ്മൾ പറയുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ആരാധന കൂടുന്നതും ഒക്കെ വ്യർത്ഥമാണ്. ദൈവം മാർക്കിടും. എന്റെ മോന് അല്ല മോള് ഇന്ന ദിവസം ഏതാ കോട്ടേജ് മീറ്റിങ്ങില് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ, കർത്താവേ, നിന്റെ സ്വഭാവത്തിലേക്ക്, നിന്റെ ആ സ്നേഹത്തിലേക്ക്, നിന്റെ ആർദ്രത കർത്താവ് എന്ത് ചെയ്തു? കരയുന്നവരോടുകൂടെ കരയുകയാണ്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയാണ്. ആ കർത്താവിന്റെ സ്നേഹം ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമാണ് യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുന്നത്. ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു നാൾ അവനെ പോലെ ആകും. ഇന്ന് നാം അവനെ കണ്ണാടിയിൽ കാണുന്നു, ഒരു നാൾ അവനെ കടവഴിയായി നമ്മൾ കാണും. നാം എന്നൊന്ന് അറിയപ്പെടുമ്പോൾ നാം അവനെ അറിയും. ഇന്ന് യേശുവിന്റെ സ്വഭാവം എൻ്റെ ഇല്ല എങ്കിൽ നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വ്യർത്ഥമാണ്. ഞാനല്ല പഠിപ്പിക്കുന്നത്, ദൈവവചനം പറയുകയാണ്. ആമേൻ. കഴിഞ്ഞ ആഴ്ചകൾ കർത്താവ് ദാസൻ പറഞ്ഞല്ലോ, കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സകല മലകളെ നിൽക്കുവാൻ നിങ്ങൾക്ക് ശക്തിയും എല്ലാം ഉണ്ടെങ്കിലും പ്രവചിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ആമേൻ. ആമേൻ. സ്തോത്രം. ഏറ്റവും വേണ്ടത് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. നല്ല സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരിക, നാമെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളില് നമുക്ക് കൈത്താങ്ങുവാനും, അവരെ കടന്നു പോകുമ്പോൾ അവരെ കടന്നു പോകുന്ന സാഹചര്യത്തില് നാം അവരെ പോയി അപ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഈ എളിയ സഹോദരന് ചെയ്തിരിക്കുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം സഭയിൽ ഓരോരുത്തരെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. ആമൻ. എന്റെ കാര്യം ശരിയായി, എന്റെ കാര്യം ഓക്കെ എന്നല്ല, മറ്റുള്ളവരെയും ആമൻ സ്വന്തം കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാകുന്നത്. ഇവിടെ ഏലിയാവ് അവരോട് ചോദിക്കുകയാണ്, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ. അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ്. യേശു നടന്നതുപോലെ നാം നടക്കുന്നതാണ് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. അവയെ മണലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാലിന്റെ പാടുകൾ കാണാം അല്ലെ? മണൽ കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ ആ പാദത്തിലൂടെ ചവിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന്റെ കൂടെ വരുന്നത് പോലെ യേശുവിന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക വച്ചേച്ചു പോകുന്നു. ആമേ. നിങ്ങൾ ആരെയും മാതൃക നിങ്ങൾ നോക്കരുത്, എന്റെ മാതൃക നോക്കരുത്, ഒരു ദൈവദാസന്മാരെ മാതൃക നോക്കല്ല, യേശുവിന്റെ മാതൃക നോക്കണം. ആമേൻ. ആമേൻ. യേശുവിന്റെ മാതൃക, യേശു കാണിച്ച മാതൃക നോക്കിയാൽ ഈ ലോകത്തിൽ ആരും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. യേശു നമ്മുടെ കരം പിടിച്ച അവന്റെ പുറകെ നാം പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഈ ലോകത്തിലൊരു മനുഷ്യനെ നോക്കിയാൽ നിങ്ങളെ തെറ്റിക്കും. ആമേൻ. ലോകത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളെ തെറ്റിക്കും. പക്ഷേ ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങളെ തെറ്റിക്കത്തില്ല. യേശു നിങ്ങളെ തെറ്റിക്കത്തില്ല. വിശുദ്ധ വചനം നിങ്ങളെ തെറ്റിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ തെറ്റിക്കത്തില്ല. നിങ്ങളെ നിശ്ചയിച്ച സ്ഥാനത്ത് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ ഇടയായി തീരും. ആമേൻ. ഇന്ന് ദൈവത്തിന് നമുക്ക് പറയണം, കർത്താവേ, ഞാൻ നിന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ. ഫസ്റ്റ് പീറ്റർ 1:21 2:21 വാക്യം കാണുന്നത്. ഫസ്റ്റ് പീറ്റർ 2-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് അവിടെ കാണുന്നത്. അവിടെ പറയുകയാണ് അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വച്ചേച്ചു പോകുന്നു. ഹല്ലേലൂയ. ഈ ലോകത്ത് ആരെങ്കിലും മാതൃക കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്ത് ആരെങ്കിലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുണ്ടോ? ഇന്ന് പല ഇമിറ്റേറ്റിന്റെ ഒരു കാലമാണെന്ന്. ഇന്ന് യേശുവിനെ അല്ലാതെ, ഹല്ലേലൂയ, ആമേൻ, യേശുവിനെ ഉയർത്തുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. ആമേൻ. നമുക്ക് രോഗസൗഖ്യം കിട്ടിയാലും വിടുതൽ കിട്ടിയാലും യേശു എന്നെ വിടുവിച്ചു, സഭ പ്രാർത്ഥിച്ചു, അങ്ങനെ പറയണം. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചല്ല, ദൈവദാസ പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ പറയരുത്. മഹത്വം എവിടെ പോയി? മഹത്വം എനിക്കല്ല വരേണ്ടത്, എന്റെ നാഥന് മഹത്വം വരണം. ഹല്ലേലൂയ.
എന്റെ കർത്താവ് പറഞ്ഞു, എന്റെ മഹത്വം ഒരാലയത്തിനും ഒരു വിഗ്രഹത്തിനും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഭയിൽ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞപ്പോൾ ഇപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു, അന്നേരം സഭയിൽ നിന്നൊക്കെ കടന്നു വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വിടുതൽ കണ്ടു. അപ്പോ പാസ്റ്റർ ഒന്നുകൂടെ ചോദിച്ചു, സഹോദരി ഒന്നുകൂടെ വ്യക്തമായില്ലല്ലോ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, സഭയിൽ നിന്ന് ദൈവദാസനും പാസ്റ്റർ വന്ന് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല ഇപ്പൊ കറക്റ്റായി. അപ്പൊ ഇവിടെ മഹത്വം പോയി, പാസ്റ്ററിന്റെ മഹത്വം പോയി. പാസ്റ്റർ അല്ല മഹത്വം എടുക്കേണ്ടത്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സ്തോത്രം, നമ്മളൊരു പാത്രമായി നിൽക്കുക. ഈ പാത്രത്തിന് എന്തെങ്കിലും മാന്യത ഉണ്ടോ? നമ്മുടെ കിച്ചണിൽ നിന്ന് ഷെൽഫിൽ നിന്ന് ഒരു പാത്രം എടുത്ത് നമ്മൾ കഴിക്കുന്നു, ഈ പാത്രത്തിന് എന്തെങ്കിലും മാന്യത ഉണ്ടോ? അങ്ങനെ കണക്കാക്കി അറിയണ്ടേ ആരെയും. ആമേൻ. ഞാൻ ദൈവം തന്ന അരുളപ്പാടുകൾ ഈ പാത്രത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരുന്നു. ഈ പാത്രത്തിന് മാന്യതയില്ല, അത് കഴിച്ചാൽ നമ്മൾ അത് ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഇരിക്കും, അല്ലേ? ഇന്ന് മാന്യത കൊടുക്കേണ്ടത് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുവിന് മാത്രമേ മാന്യത കൊടുക്കാവൂ. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, നമ്മൾ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇന്ന് പല ആചാരങ്ങൾ നമ്മെ ഇട്ട് വലയ്ക്കുക, പല മഹത്വവും പലരും കൊണ്ടുപോവുകയാണ്. ഇന്ന് പാസ്റ്റർക്കല്ല മഹത്വം, എന്റെ യേശുവിന് മഹത്വം വരണം. രണ്ടാമത് വരേണ്ട മഹത്വം ഏതാ? ദൈവസഭയ്ക്ക്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ആമേൻ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം. ഇന്ന് ദൈവം എവിടെയാ വാസം ചെയ്യുന്നത്? ഇന്ന് മനുഷ്യ നിർമ്മിതമായ ഒരു സ്ഥലത്തും എന്റെ ദൈവം വാസം ചെയ്യുന്നില്ല. ആമേൻ. ദൈവം പറഞ്ഞു, 2 or 3 കൂടുന്നവരുടെ അടുവിൽ ഞാനുണ്ട്, അല്ലേ? ഇത് നാം കൂടിയിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാ, ഒരു ഹോള, അല്ലേ? ദൈവജനം കൂടി ആരാധിക്കുന്ന സ്ഥലം. ഇവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. പക്ഷേ ഈ റൂമിനകത്ത് ദൈവം ഇരിക്കുന്നല്ല അതിന്റെ അർത്ഥം. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനത്തെ പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകെയുണ്ട് മനുഷ്യ നിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈ കൊണ്ടുള്ള ഒന്നിലും ദൈവം വാസം ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ? ആമേൻ. ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ? പള്ളിയിലുണ്ടോ യേശു? ഇല്ല. ഇന്ന് യേശു നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ദൈവമക്കള്, ആമേൻ, സ്തോത്രം പറഞ്ഞ് വിശ്വാസത്താൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, നീ സർവത്തിന്റെ ലോകനാഥനായ കർത്താവേ, നീ എന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തല്ലോ. ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ എന്റെ ഉള്ളത്തിൽ കിട്ടിയ, യേശുവിന്റെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ ഇടയാക്കിയത് കൊണ്ട് ഞാൻ കർത്താവേ നിനക്ക് നന്ദി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മൾ ഒരിടത്ത് കാണുമ്പോൾ അവിടെ ഒന്നും ദൈവമില്ല. ഇന്ന് ദൈവം ഇരിക്കുന്ന എവിടെയാണ്? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വാസം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലായിരിക്കുന്നേ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് നാം മാറുന്നതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം പള്ളിയിൽ പോയത് കൊണ്ട് നാം ദൈവത്തെ സേവിക്കുക എന്ന് മാത്രമായിട്ടില്ല, ദൈവമായിട്ടും ദൈവവചനമായിട്ടും പ്രാർത്ഥനയിൽ നാം ചേർന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവം വെളിപ്പെടുത്തി തരും. എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവല്ല നിങ്ങളിൽ വസിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ ലോകത്തിലെ നന്മകളെല്ലാം ദൈവം നമുക്ക് തരും.
ആമേൻ. ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഞാൻ സകലതും തരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരണം. ആമേൻ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന് നാം കോട്ടേജ് മീറ്റിംഗിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും നിത്യത എന്ന ദർശനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവ ഉദ്ദേശം. ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വചനമായി നിൽക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കൊരു കണക്ക് കൊടുക്കാനുണ്ട്. ആമേൻ. ഇന്ന് ഇത്ര ദിവസം 2-ാം തീയതി 2/11/25 നീ കൂടിയപ്പോൾ നീ അവിടെ പറഞ്ഞ വചനങ്ങൾ എടുത്തു വെച്ച് ഒരു ദിവസം ദൈവം കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വ്യാജം പറഞ്ഞ് നിങ്ങളെ പ്ലീസ് ചെയ്ത് നിങ്ങൾക്ക് രസിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് പറഞ്ഞാൽ ഞാൻ എന്റെ കൈ ബലപ്പെട്ടിരിക്കാൻ പറ്റത്തില്ല. അന്നൊരു ദിവസം കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. അവിടെ ഇവിടെ നമുക്ക് എന്ത് വേണേലും പറയാം, ഇവിടെ ഏത് രീതിയിൽ നമുക്ക് ആക്ട് ചെയ്ത് ജനത്തെ ത്രസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ജനത്തെ നമുക്ക് കൊണ്ടുപോവാം. പക്ഷേ എന്റെ നാഥൻ അത് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. സത്യത്തിലേക്ക് നാം മടങ്ങി വരിക. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. സത്യത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടും. ഈ വിശുദ്ധീകരിക്കുന്ന ഒരു വചനമാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് പറയാനല്ല വന്ന, പക്ഷെ കുറിവാക്യത്തിൽ നിന്ന് ഞാൻ ദൈവാത്മാവ് ഓരോ വഴിയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. എനിക്ക് എടുത്ത വചനം 18:21 എനിക്ക് അത് തുടങ്ങാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നിയോഗത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഞാൻ ഇതൊന്നും പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ഈ വാക്യം പറഞ്ഞ് ആമേ വേറൊരു വാക്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാ വന്നത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുറിപ്പുകളൊക്കെ ഇവിടെ ഇരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവാണ് നമ്മെ നിയോഗിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രം പറയുന്നതാണ് ദൈവത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ എനിക്ക് അപ്ലിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഭയങ്കരമായിട്ട് ഞാൻ അനുഗ്രഹം കൊടുക്കാം, ഇത് കൊടുക്കാം എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ദൈവവചനം സ്പഷ്ടമായിട്ട് പറയുക. ഹല്ലേലൂയ. അതിന് ഒരു മാറ്റവും ആമേൻ. എനിക്കറിയാം ഒരു ദിവസം ആമേൻ ദൈവം കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. നമ്മളിവിടെ കേട്ടത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 18:25 വായിക്കുന്നു, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാല് വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ അവൻ ശുശ്രൂഷയാകുന്നില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ കോലാട്ടിന്റെ രക്തം കുടിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രസാദിക്കുമോ? കാട്ടിലെ മൃഗങ്ങൾ എനിക്കുള്ളതാണ്. ഞാൻ നിന്നോട് ചോദിക്കുമോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? 50-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നല്ലോ. 50-ാം സങ്കീർത്തനം, ഞാൻ വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മനിറവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിങ്കൽ ദൈവം നിങ്ങളെ ആമേൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനം. ഭൂലോകമോ അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന്റെ സ്തോത്രയാഗം അർപ്പിക്കാം. അതിന്റെ 8 തൊട്ടൊന്ന് വായിക്കാം സിസ്റ്റർ. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ ഐശ്വര്യം ഒന്ന് നോക്കണേ. ദൈവം നമ്മോട് പറയുകയാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? സർവ്വലോകത്തിന്റെ ഉടയവനാ, സകലത്തിന്റെയും അധിപതിയാ, തീ കൊണ്ട് ഉത്തരവരുള്ള ദൈവമാ. ആ ദൈവം പറയുകയാണ്, എനിക്ക് വിശന്നാൽ നിന്റെ വീട്ടിൽ നിന്നൊരു കാളയോ തൊഴുത്തിൽ നിന്ന് കോലാട്ടിനെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളും എല്ലാം എനിക്കുള്ളത്. ആമേൻ, സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞത്, ആദ്യം ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹനനയാഗങ്ങൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്,
ആമേൻ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ യഹോവ സമീപസ്ഥൻ. സങ്കീർത്തനത്തിലെ വാക്യം കാണുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. നിന്റെ ഹനനയാഗം ഞാൻ ഇച്ഛിച്ചില്ല, അവൻ ഭോജനയാഗം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹനനയാഗങ്ങളോ നിങ്ങളുടെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് കർത്താവിന് കൊടുത്താലും ദൈവത്തിന് പ്രസാദമാകയില്ല. ദൈവമക്കളെ, നാം എന്തു കൊടുത്താലും എന്നെ കൊടുക്കാതെ ഞാൻ എനിക്കുള്ളത് കൊടുത്താൽ എന്റെ ദൈവം പ്രസാദിക്കത്തില്ല. നമ്മളെ ആദ്യം കൊടുക്കണം, എന്നെ കൊടുക്കണം. എന്റെ ജീവിതം കർത്താവിന് വേണ്ടി പരമേൽപ്പിക്കുമ്പോഴാണ് ആ നാഥൻ നമ്മെ ഡ്രൈവ് ചെയ്യുന്ന, നാഥൻ നമ്മെ കർത്തൃത്വം നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ എത്ര സന്തോഷകരമായ ജീവിതമെന്നറിയാമോ? എത്ര അനുഗ്രഹമായ ജീവിതമാണ് ആ യേശുവിന്റെ കൂടെ ഒന്ന് നടക്കുന്നത്. കർത്താവേ, ആ യേശുവിനോട് കൂടെ ഒന്ന് നടക്കുവാൻ സകലത്തിന്റെയും അധിപതിയായ കർത്താവ് നമ്മളോട് ഒന്നും ചോദിക്കുന്നില്ല. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ പശുവോ ആടോ നിനക്കുള്ളതോ ഒന്നും തരണ്ട, പക്ഷെ നിന്നെ എനിക്കൊന്ന് തരാമോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നമ്മളെ തന്നെ, കർത്താവേ എനിക്ക് എന്തെങ്കിലും മേന്മ പറയാനുണ്ടോ? ഞാൻ എനിക്കുള്ള സകലവും നിന്നിലേക്കൊന്ന് തരുന്നപ്പാ. എത്ര പേർക്ക് പറയാൻ പറ്റും? കർത്താവേ, നമ്മൾ നേടിയെന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം തന്ന ദാനമല്ലേ, കരുതലല്ലേ, കുടുംബ ദൈവത്തിന്റെ കരുണയല്ലേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഹൃദയമായി കൊടുക്കുക. കർത്താവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുടുംബം മുഴുവനും കർത്താവേ നിന്റെതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങനെയാണെന്ന് കർത്താവേ. ഞാൻ ഇനി ഒരിക്കലും അതിൽ കർത്തൃത്വം നടത്താൻ വരത്തില്ല. നീ എന്നെ കർത്തൃത്വം നടത്തണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ ദിവസങ്ങൾ നിങ്ങൾ കൊടുത്തൊക്കെ കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 5 അപ്പവും 2 മീനും മാത്രമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ദൈവസന്നിധി പറയുക, കർത്താവേ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ട് അത് കർത്താവിനേക്ക് കൊടുക്കുക. കർത്താവ് അവനെ വാഴ്ത്തുവാൻ പോകുകയാണ്, അതിനെ കർത്താവ് ഉയർത്തുവാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. യേശു ഉള്ളതാണ് നമ്മുടെ വീട്ടിൽ അനുഗ്രഹം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആ വിവാഹ സദ്യയില് ആ വീട്ടിലേക്ക് യേശുവിനെ ശിഷ്യന്മാരെ വിളിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തില് നമ്മൾ അവിടെ കാണുന്നു, ആ കല്യാണം വിജയിക്കാനുള്ള കാരണം എന്താ? യേശുവിനെ ശിഷ്യന്മാരെയും ആ കല്യാണത്തിന്, ആ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുത്തെ കുറവ് അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. യേശുവിന് ആ കുറവ് കാണുവാനും അത് പരിഹരിക്കുവാനും ദൈവം സഹായിച്ചു. യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് വെൽക്കം ചെയ്തേ. കർത്താവേ, നീ എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് വരണം. കർത്താവേ, എന്റെ അവസ്ഥയിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലേക്ക് യേശുവിനെ നമുക്കൊന്ന് ക്ഷണിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് നാം പറയുമ്പോൾ നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. പത്രോസിന് എന്താ സംഭവിച്ചത്? പത്രോസ്, കർത്താവേ നാഥാ, ഞാൻ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ ഞാൻ ഒന്ന് ചെയ്യാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കിന് നാം വലയിറക്കിയാൽ ആമേൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ദൈവം അനുഗ്രഹിക്കാനിടയായിത്തീരും. പക്ഷേ പത്രോസ് ഈ അനുഗ്രഹം കിട്ടിയിട്ട് അനുഗ്രഹം മാത്രമോ, കർത്താവേ എനിക്ക് മീനും വലയും എല്ലാം കിട്ടി, എനിക്ക് ഇത് മാത്രം മതി കർത്താവേ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൂടാം. പക്ഷെ അവൻ വലയും വള്ളവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ആമേൻ. നമുക്ക് നന്മ തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ജോലി തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദൈവമക്കളെ, നമുക്ക് ഈ ദേശത്ത് ചെറിയ ശമ്പളത്തോടുകൂടെ നാം ഇന്ന് ജോലി ചെയ്യുന്നു. ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നിൽപ്പാൻ കർത്താവേ എന്നെ നീ സഹായിക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തോട് കൊടുക്കുക.
ഹല്ലേലൂയ. എനിക്കറിയത്തില്ല നിങ്ങളുടെ ഹൃദയത്തില് എന്താണ്, പക്ഷേ ദൈവം സകലവും അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മനസ്സുകളെ അറിയുന്നതാ. സകല നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഭവനത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ ഒന്ന് മടങ്ങി വരണമേനപ്പാ. പലപ്പോഴും ഞാൻ തന്നെ സകലവും കൺട്രോൾ ചെയ്യുന്നു, ഞാൻ എല്ലാം കർത്തൃത്വം എൻ്റെതായി പോയി. ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, കർത്താവേ, നിന്റെ ഒരു ശിഷ്യനായിട്ട്, നിന്നെ അനുഗമിക്കുന്ന ഒരു പൈതലായി ഞാൻ മാറുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്ന ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തോട് ദൈവമക്കളെ, ദൈവസന്നിധിയിലുള്ള ഭക്തി എന്താ? ദൈവം ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കും തന്നെ എൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുക. അത്രമാത്രം ദൈവ സാന്നിധ്യം ഈ വചനത്തിനകത്ത് നിറയുക. ഹല്ലേലൂയ. ഈ വചനം ദൈവത്തിന്റെ ചൈതന്യമുള്ള വചനമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളും നുറുകി കർത്താവിനോട് ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദിയപ്പാ, നന്ദിയപ്പാ. നിന്റെ വലിയ പ്രസൻസിനായി സ്തോത്രം. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം വെളിപ്പെടണം, നിന്റെ ഹിതം വെളിപ്പെടണം, നിന്റെ സാന്നിധ്യം വെളിപ്പെടണം. നിന്നെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. വഴിയിൽ ആരും നശിച്ചു പോകാൻ അനുവദിക്കരുത്. ഈ സഭയിൽ കൂടിയിരിക്കുന്ന ഒരു വ്യക്തി പോലും അവരെ വഴിയിൽ ആരും നശിച്ചു പോകാതെ ആ പുത്രനെ ദിനംപ്രതി ചുംബിച്ചുകൊണ്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീർക്കുവാൻ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.